ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ മലയാളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മല്ലു രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള രാജേഷ്. രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ വൈഫിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബക്കാരിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഇനി ഒരു രാജേഷിനെയും കുടുംബത്തെയൊന്നും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് ആരാണെന്നുള്ള രീതിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറയുന്നതായിരിക്കും. സോ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കോ, ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മല്ലു രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബർ ആദ്യമേ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക, വയ്യാത്ത അമ്മയെ നോക്കുന്ന ഓരോ വീഡിയോസൊക്കെയാണ്. അമ്മയ്ക്ക് തീരെ വയ്യ, ആശുപത്രിയിലൊക്കെ ഭയങ്കര പോക്കും, അതുപോലെ തന്നെ എണീറ്റ് നടക്കുന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ പണി നോക്കുക, ജോലിക്ക് പോവുക, അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടും. അച്ഛനാണെങ്കിൽ നേരത്തെ മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അച്ഛനില്ലാതെ സ്വന്തം അമ്മയെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു രാജേഷ് എന്ന് പറയുന്നത്. അപ്പോഴത്തേന് ഈ ഒരു വ്യക്തിയുടെ അന്നത്തെ സമയം തൊട്ടുള്ള വീഡിയോസ്, അമ്മയുടെ കാര്യങ്ങൾ നോക്കുക, എല്ലാ വീട്ടിലെ കാര്യങ്ങളും മൊത്തത്തിൽ നോക്കുന്നത് ഈ ഒരു രാജേഷാണ്. അപ്പോഴത്തേനും എല്ലാവർക്കും രാജേഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും വീഡിയോസൊക്കെ കാണുകയും ഫോളോ ചെയ്യുകയും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് പറയുന്നുണ്ട് കല്യാണം കഴിക്കണം, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കല്യാണം കഴിച്ചാൽ അതെല്ലാം ശരിയാകും എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. ഒരാൾ ഹെൽപ്പിനും കൂടെ വരുമല്ലോ, രണ്ടുപേർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു രാജേഷ് കല്യാണം കഴിക്കുന്നത്. പൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത്. അപ്പം ആ ഒരു പിന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അവരുടെ ജീവിതം നല്ല രീതിയിലൊക്കെ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇവർക്ക് വിശ്വസൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു രാജേഷ് ഒരുപാട് കഷ്ടപ്പെട്ട് വളരുന്ന ഒരാളാണ്. അപ്പോഴത്തേന് അങ്ങനെ ഒരാൾക്ക് വൈഫായിട്ട് വരുന്ന ഒരാൾ ഇതെല്ലാം മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, രാജേഷിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് തന്നെയായിരിക്കും വന്നിരിക്കുന്നതെന്നറിയാം, പക്ഷേ എന്നാലും നല്ല രീതിയിൽ രണ്ടുപേരും മുമ്പോട്ട് പോവുക എന്നുള്ള രീതിയിലൊക്കെ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് ഇവർ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേയധികം പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങളിപ്പം വീഡിയോസൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നേരത്തെയൊക്കെ ഇട്ട വീഡിയോസിന് താഴെ കുറേയധികം പേര് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാറിനകത്തിരുന്ന് ഇതേ കണക്ക് കുറേയധികം പേര് കമൻസിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ, എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി പറയാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് രാജേഷും അതുപോലെ തന്നെ പൊന്നൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കണക്ക് ഈ ഒരു പൊന്നൂൻ്റെ അമ്മയുണ്ടെങ്കിൽ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു രാജേഷും പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പെട്ടെന്നായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മയെ രാവിലെ കാണാനൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അമ്മയടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇത് കണക്ക് ഈ ഒരു പൊന്നൂൻ്റെ സഹോദരൻ വിളിക്കുന്നുണ്ടായിരുന്നു, അമ്മ പെട്ടെന്ന് ബോധം കെട്ട് തലയിറങ്ങി വീണു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അമ്മയ്ക്ക് വെയ്യായിരുന്നു, പക്ഷെ എന്നിരുന്നാൽ പോലും എണീറ്റിരിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് അമ്മയും കൊണ്ട് നേരെ ആശുപത്രിയിൽ പോയി. ആദ്യമേ അവിടുത്തെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്ന സമയത്ത് ഇത് കണക്ക് ഇത്തിരി ബ്ലഡ് പ്രഷറിൻ്റെ കാര്യമൊക്കെ ഇത്തിരി ഡൗട്ടാണ്, ഒന്നും ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇത് കണക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇത് കണക്ക് സ്ട്രോക്കൊക്കെ വന്നു, അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടെങ്കിൽ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തു. കുറച്ച് ദിവസം 2-3 ദിവസത്തോളം അവിടെ തന്നെ ആയിരുന്നു. 1-2 ദിവസം കഴിയുന്നതിനനുസരിച്ച് അമ്മയ്ക്കുണ്ടെങ്കിൽ സംസാരത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനമൊക്കെ ആയ സമയത്ത് ഭയങ്കര കോമ സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കുറേയധികം നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ആയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് ഈ ഒരു ഹൈ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയൊക്കെ ഗുളിക കഴിക്കുന്നതും കുറച്ച് കുറവായിരുന്നു, അമ്മ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ അമ്മ ജോലിയും ഒക്കെ ചെയ്യുന്നതാണ്. ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് പോലും വീട്ടിൽ പറമ്പിലൊക്കെ ഇരുന്ന് ഓരോ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് അന്ന് വൈകിട്ട് ഇതുപോലെ സംഭവിച്ചത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു കാര്യം. സോ അതേ കണക്കാണ്, അമ്മയ്ക്ക് തീരെ വയ്യാതെ ഒരു കോമ സ്റ്റേജിലേക്ക് കടക്കുന്ന രീതിയിലാണ്, മനസ്സിലാവുന്നില്ല, സംസാരിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആശുപത്രിയിൽ നിന്ന്
ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, ഇത് കണക്ക് ബ്രെയിൻ ഡെഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. തനിക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുവാണ്. ഞങ്ങളൊക്കെ അപ്പം പറയാറുണ്ട്, ഞങ്ങൾക്ക് കുട്ടികൾ ജനിച്ചാൽ തന്നെ ഇപ്പം നോക്കാനൊക്കെ നമുക്ക് പൊന്നുവിൻ്റെ അമ്മ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പം പൊന്നുവിൻ്റെ അമ്മ പോലും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പൊന്നുവിൻ്റെ അനിയൻ്റെ കാര്യം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഇതിനെക്കുറിച്ച് പറയണം എന്നറിയത്തില്ല. അത് ഓർക്കുമ്പോൾ തന്നെ സങ്കടമാവുന്നുണ്ട്. അത് ഒരു കുഴപ്പമില്ലാതിരുന്നത് പെട്ടെന്നാണ് ഇത് കണക്ക് തലയിറങ്ങി വീണതും പെട്ടെന്നാണ് 2-3 ദിവസം കൊണ്ടാണ് ഭയങ്കരമായിട്ട് ആരോഗ്യം ഭയങ്കര മോശമാവുകയും ഇത് കണക്കായത് എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് പൊന്നൂസിനും അതുപോലെ തന്നെ ഈ ഒരു രാജേഷിനൊക്കെ കമൻറ്റ് ഇട്ട് എല്ലാം ഈ ഒരു സമയം കടന്നു പോകും, നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല, പക്ഷേ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊന്നുവിൻ്റെ കുടുംബക്കാരൊക്കെയാണ്, അതുപോലെ തന്നെ പൊന്നുവിൻ്റെ രണ്ടാനച്ഛനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഞങ്ങളിത് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോയിലൊന്നും. ഇത് കണക്ക് പൊന്നുവിൻ്റെ അച്ഛൻ എന്ന് മാത്രമേ ഞങ്ങൾ വീഡിയോസിൽ പറയാറുള്ളൂ, എങ്കിൽ ഫാമിലി കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് പൊന്നുവിൻ്റെ അച്ഛനല്ല, പൊന്നുവിൻ്റെ രണ്ടാമത്തെ അച്ഛനാണ്. ഒരു സഹോദരൻ ആ ഒരു ബന്ധത്തിലുണ്ടായതാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അച്ഛനെ പോലെ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർ കുറേ നാൾ പിരിഞ്ഞൊക്കെ താമസിച്ചതായിരുന്നു. രണ്ടാമത് കല്യാണം കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇവർ പിരിഞ്ഞ് താമസിച്ചുള്ളതായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനാണ് പറഞ്ഞിട്ടുള്ളത് അമ്മയെടുത്ത് ഇത് കണക്ക് ഈ ഒരു അനിയൻ്റെ കാര്യം, അവനൊക്കെ ഒരു ഭാവിയിലൊക്കെ അച്ഛനെ ആവശ്യങ്ങളൊക്കെ വരും, അപ്പോൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണ ശേഷമാണ് ഒരുമിച്ച് താമസിക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു അമ്മയുടെയൊക്കെ മരണശേഷം സ്വഭാവം ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്ത് പെരുമാറുന്ന രീതിയൊക്കെ ഭയങ്കര മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ രണ്ടാനച്ഛൻ്റെ സ്വഭാവമാണെങ്കിലും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരങ്ങളുടെ സ്വഭാവമാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് മാറുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ സ്വഭാവം എല്ലാവരെയും ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇപ്പം സഹോദരൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവൻ +1 പഠിക്കുന്നത്. അപ്പോൾ അവനെ ഇവിടുന്ന് സ്കൂളിൽ വിടാനും ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമയത്ത് ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റായിട്ട് അവർ അമ്മ ഉണ്ടാക്കിയ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഈ രണ്ടാനച്ഛനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സഹോദരൻ, അമ്മയുടെ സഹോദരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റോ വല്ലതും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ ചെന്ന സമയത്ത് അമ്മൂമ്മ ഭയങ്കരമായിട്ട് ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത കണക്കാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൊന്നൂൻ്റെ അമ്മയുടെ സഹോദരനുണ്ടെങ്കിൽ പൊന്നൂൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ട, രാവിലെ ആയിട്ട് വന്നാൽ മതി. ഞങ്ങൾ വൈകിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് ഈ ഒരു സഹോദരൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഷൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്ന സമയത്ത് ഇത് കണക്ക് അമ്മയുടെ സഹോദരൻ പറയും, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നേ എന്നുള്ള രീതിയിലും പിന്നെ ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത കണക്കാണ് സംസാരം ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഈ ഒരു ഞങ്ങൾ കാരണമാണ് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ പറ്റിയെന്നുള്ള രീതിയിൽ കുറേയധികം സംസാരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാനച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാനച്ഛനെക്കുറിച്ച് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആശുപത്രിയിൽ അമ്മ കിടക്കുന്ന സമയത്ത് ഇവരെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഞാൻ എന്തോ 40,000 രൂപ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വേണ്ടി, അതെന്തിയെന്നറിയാമോ, എനിക്കതിപ്പം തിരിച്ച് വേണം എന്നുള്ള രീതിയിലൊക്കെ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു രാജേഷും പൊന്നും പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുന്ന സമയത്താണ് തൻ്റെ അടുത്തൊക്കെ ഇതേ കണക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ എല്ലാം ഓടിച്ചു വിടാനൊക്കെ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വീടെന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര കടവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്, പൊന്നുവിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ അത് ജപ്തിയൊക്കെ ആയി കിടക്കുവാണ്. ആ സമയത്ത് അതൊന്നും നോക്കാതെ ഞങ്ങളുടെ ഇഷ്ടത്തെ തുടർന്നാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുണ്ടെങ്കിൽ അവർ കല്യാണം വലിയ ഗ്രാൻഡായിട്ടോ ഒന്നുമല്ല നടത്തിയത്, ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി അങ്ങനെ കഴിച്ചത് കൂടിയാണ്. അപ്പോഴത്തേന് അവിടെ ചെന്ന സമയത്ത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു രണ്ടാനച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഞാൻ അതെന്തോ ശരിയല്ല എന്ന് തോന്നിയിട്ട് അത് എൻ്റെ കയ്യിൽ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നിയമപരമായിട്ടൊക്കെ പിരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ലീഗലി ഒന്നും മാരീഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോഴത്തേനും ആ ഒരു വീട്ടിൽ ഇതേ കണക്ക്
രണ്ടാനച്ഛൻ്റെ പെരുമാറ്റം ശരിയല്ലായിരുന്നു. അതുപോലെ തന്നെ അനിയൻ്റെ കാര്യം, സ്വന്തം മോനെ പറ്റി പറയുന്നത്, ഞാൻ 18 വയസ്സ് വരെയൊക്കെ ഈ അച്ഛന്മാർ നോക്കണം എന്നുള്ളൂ, അത് കഴിഞ്ഞാൽ വലിയ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നീയൊക്കെ എന്താ നോക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൊത്തത്തിൽ ആ ഫാമിലിയുടെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മ മരിച്ച ദിവസം എല്ലാവരും കരഞ്ഞൊക്കെ സംസാരിച്ചവർ തന്നെ അന്ന് അവിടെ ചെന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയെ പറ്റി തന്നെ ഇത് കണക്ക് മോശമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കരഞ്ഞവർ വരെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഏട്ടൻ്റെ അമ്മയെ പറ്റിയും ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അവർക്കുണ്ടെങ്കിൽ ആ വീട് ഇപ്പം വേണമെന്നുള്ള രീതിയിലാണ്, പക്ഷേ വീട് ഉൾപ്പെടെ ജപ്തിയാണ്. പിന്നെ നമ്മൾ അവിടെ ഉള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണക്ക് അനിയനൊക്കെ ഇവിടെ വന്നല്ലോ, അപ്പോൾ അവന് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമല്ലോ. അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് പിന്നെ ഞങ്ങളാണ് പറഞ്ഞത് വേണ്ട, ഇവിടെ ആവശ്യമൊക്കെ വരില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവർക്ക് വേണം, നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുത്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവശ്യമില്ലാതെ ഇപ്പം രാജേഷ് ഏട്ടനെയൊക്കെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര വിഷമമുണ്ടെന്നുള്ളത് പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ ഇവർ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊട്ടും പ്രതീക്ഷയില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ആരാന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ രണ്ടാമത് ഈ ഒരു അച്ഛനെയാണ് സ്വന്തം അച്ഛനെ പോലെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ എൻ്റെ അടുത്ത് പെരുമാറിയ രീതി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ്റെ അടുത്ത് പെരുമാറിയ രീതിയൊക്കെയാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ചേട്ടനുണ്ടെങ്കിൽ എന്തൊക്കെയോ പൈസ അടിച്ചു മാറ്റിയെന്നും എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഒരിക്കൽ പോലും ചേട്ടനുണ്ടെങ്കിൽ ആരെയും നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആകെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഈ ഒരു അമ്മ ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടുത്തെ ബില്ലൊക്കെ കുറച്ച് അടയ്ക്കാൻ വേണ്ടി കുറച്ച് പണയം വെക്കാൻ വേണ്ടി സ്വർണം ചോദിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് മാത്രമേ പറഞ്ഞു. അത് ഒട്ടും നിവൃത്തിയില്ലാതായപ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ്. അല്ലാതെ ഒരിക്കലും ആരെ പണമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ തട്ടിപ്പറിച്ചിട്ടോ ഒന്നുമില്ല. ഈ ഒരു ചേട്ടനെ അവിടെ മൊത്തം കുടുംബക്കാരുടെ ഇടയിൽ കുറേയധികം കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞ് പരത്തുവാണ്. ഇത് കണക്ക് ചേട്ടനുണ്ടെങ്കിൽ അമ്മ ഉള്ള സമയത്ത് കുറേയധികം പൈസ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊന്നും കാര്യങ്ങളില്ല, പക്ഷെ അവർ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോഴത്തേന് ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ഇതിങ്ങനെ വീഡിയോ ചെയ്യാൻ അവർ തന്നെയാണ് കാരണം. ഞങ്ങൾ ആരടുത്തും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ഇവിടുന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് താഴെ വന്ന എല്ലാവരും കമൻറ്റ്സ് നിങ്ങളുടെ വിഷമം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവരെ മുമ്പിലെല്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്.